തീരദേശ ഹർത്താൽ പൂർണ്ണം. മത്സ്യമേഖലയിൽ പ്രതിഷേധം ശക്തം. മനുഷ്യച്ചങ്ങല തീർത്തും പ്രകടനം നടത്തിയും പ്രതിഷേധിച്ചു. മത്സ്യത്തൊഴിലാളി സംയുക്ത സമിതി സിന്ദാബാദ്. മത്സ്യത്തൊഴിലാളി സംയുക്ത സമിതി സിന്ദാബാദ്. മണൽ ഖനനം റദ്ദു ചെയ്യുക. കടലിലെ മണൽ ഖനനം റദ്ദു ചെയ്യുക. ടെൻഡർ നടപടി നിർത്തിവെക്കുക. ടെൻഡർ നടപടി നിർത്തിവെക്കുക. ജനദ്രോഹ നിയമം പിൻവലിക്കുക. ജനദ്രോഹ നിയമം പിൻവലിക്കുക. കേന്ദ്ര സർക്കാർ നീതി പാലിക്കുക. കേന്ദ്ര സർക്കാർ നീതി പാലിക്കുക. മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുക. മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുക. കടലും കരയും കടൽ സമ്പത്തും. കടലും കരയും കടൽ സമ്പത്തും വിട്ടുതരില്ല. വിട്ടുതരില്ല. കടലിൻ മക്കൾ വിട്ടുതരില്ല. മുതലാളിമാർക്ക് വിട്ടുതരില്ല. മത്സ്യബന്ധന മേഖലയെ തകർക്കുന്ന കടൽ ഖനനം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തീരദേശ മേഖലയിൽ ഹർത്താൽ സംഘടിപ്പിച്ചു. നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് പ്രതിഷേധവുമായി ഇന്ന് തെരുവിലിറങ്ങിയത്. പൊന്നാനി കോടതിപ്പടി മുതൽ മനുഷ്യച്ചങ്ങല തീർക്കുകയും പൊന്നാനി കടപ്പുറത്ത് പ്രതീകാത്മകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു. കടൽ ഖനനത്തിന് കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കുക. കടൽ മണലും ധാതു സമ്പത്തും ഖനനം ചെയ്യുന്നത് കേരളത്തെ തീരദേശ മേഖലയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് താളം തെറ്റിക്കുമെന്നും സമരക്കാർ ആരോപിച്ചു. ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗമാണ് ഇതിലൂടെ ഇല്ലാതാകുക എന്നും സമര നേതാക്കൾ വ്യക്തമാക്കി. കേരളത്തിന്റെ തീരദേശം മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടേതാണ്. വളരെ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ ജീവിതകാലം മുഴുവൻ കടലിനോട് മല്ലിട്ട് അവരുടെ കുടുംബവും മറ്റുള്ള രീതിയിലുള്ള എല്ലാ സമ്പത്തും കൈകാര്യം ചെയ്യുന്നത് അവരുടെ ഏക മേഖല കടൽ മേഖലയാണ്. ഈ കടൽ മേഖലയെ കൊള്ളടിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതിയുമായി വന്നിരിക്കുകയാണ്. കേരളത്തിലെ 5 ക്ലസ്റ്ററുകളായിട്ടുള്ള പൊന്നാനി, ആലപ്പുഴ, കൊല്ലം, ഈസ്റ്റ്, വെസ്റ്റ് അങ്ങനെ 5 ക്ലസ്റ്ററുകളായിട്ടുള്ള ഈ സ്ഥലത്ത് മണൽ ഖനനം നടത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ കുത്തക മുതലാളിമാർക്ക് കടൽ തീരെഴുതി കൊടുക്കാനുള്ള ഒരു തീരുമാനമാണ്. ഈ കടൽ തീരെഴുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളെ പൂർണ്ണമായും ഈ മേഖലയിൽ നിന്ന് അടിച്ചോടിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സംവിധാനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിർബന്ധമായിട്ടും ഇതിനെതിരെ കടലോര മക്കൾ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അവരോടൊപ്പം നിന്നുകൊണ്ട് ഈ സമരത്തിന് പിന്തുണ കൊടുക്കണം. കാരണം നമ്മളുടെ ഏറ്റവും വലിയ സമ്പത്താണ് കടൽ മേഖല. രാജ്യത്തിൻ്റെ വലിയ സമ്പദ് മേഖല കൈകാര്യം ചെയ്യുന്നത് കടൽ മേഖലയാണ്.